This is the world's biggest comedy, babe. It's called Indian politics. നിയമസഭയിൽ അഴിമതി ആരോപണം ഉന്നയിക്കാൻ ശ്രമിച്ച മാത്യു കുടൽനാടിന്റെ മൈക്ക് ഓഫ് ചെയ്ത സ്പീക്കർ വ്യക്തമായ രേഖകൾ ഇല്ലാത്തതിനാൽ അനുവദിക്കാനാകില്ല എന്നായിരുന്നു സ്പീക്കറുടെ നിലപാട്. അതൊന്നും വേണ്ട. അഴിമതിയുമായി ബന്ധപ്പെട്ട വിഷയം ഈ സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള അനുമതി ചോദിച്ചിരുന്നു. ഞാൻ ആ വിഷയം ഒന്ന് അവതരിപ്പിക്കാൻ വിചാരിക്കുകയാണ്. മറ്റൊന്നും അത് ഡിനൈ ചെയ്തിരിക്കുന്നു. ചെയർ അനുമതി തരില്ല എന്ന് പറഞ്ഞതാണ്. ആ പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടി. നിങ്ങൾ ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം മൈക്രോഫോൺ ഓഫ്. ബഹുമാനപ്പെട്ട അംഗത്തിന്റെ മൈക്രോഫോൺ ഓഫ്. വളരെ ക്ലിയറായി ചെയർ പറഞ്ഞ കാര്യമാണ്. രേഖകൾ ഹാജരാക്കിയ രേഖകളിൽ ചെയർ തൃപ്തനല്ല. സോ ഐ കാണ്ട് അലൗ. സോറി മാത്യു കുഴൽനാടൻ, സോറി. I can't allow to raise the allegation in this floor. Sorry. I can't allow this allegation in this floor. Sorry. അപ്പൊ നമ്മൾ ഒരു നടക്ക് പോവില്ലല്ലേ? ആ ഡോക്യുമെന്റ്സ് നൽകിയതിന് ശേഷവും എന്ത് കാരണത്താലാണ്, എന്ത് അടിസ്ഥാനത്തിലാണ് അദ്ദേഹം എൻ്റെ പ്രസംഗം അനുവദിക്കാതിരുന്നത്, അല്ലെങ്കിൽ ആ വിഷയം ഉന്നയിക്കുന്നതിൽ തന്നെ നിശ്ചയിച്ചു നൽകില്ല. ഷാജി ഏട്ടാ, ഇവിടെ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ആ വിഷയം പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കെതിരെ കൂടി ആയതുകൊണ്ട് കേവലം ആരോപണമല്ല, അതിനടിസ്ഥാനപരമായ തെളിവുകൾ സഹിതം നിയമസഭയ്ക്ക് മുമ്പാകെ വെക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പരിശ്രമിച്ചത്. അതിനെ നിഷേധിച്ച സ്പീക്കറുടെ നടപടി അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമാണ്. അതിലെനിക്ക് കടുത്ത പ്രതിഷേധമുണ്ട്. അദ്ദേഹത്തിന്റെ റൂളിംഗ് മാനിച്ചുകൊണ്ട് ഞങ്ങൾ സ്വാഭാവികമായിട്ടും അവിടെ ബലമായി അത് പറയാനോ പ്രസംഗിക്കാനോ ഞങ്ങൾ ശ്രമിച്ചില്ല. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. This is my entertainment. Woo!